ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു സാമ്പാർ റെസിപ്പിയാണ്. എനിക്ക് സാമ്പാർ ഉണ്ടാക്കാനൊന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. എന്നാലും വീട്ടിൽ ചെയ്തൊരു ഇത് കഴിച്ചുകൊണ്ട സാധനമാണ് സാമ്പാർ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ടിരുന്ന സാധനമാണ് സാമ്പാർ. പക്ഷേ ഇവിടെ വന്നേ പിന്നെ സാമ്പാർ കഴിക്കാൻ ഭയങ്കര ത്വര. ഹോട്ടലിലൊക്കെ പോയി കഴിച്ചെങ്കിലും അതങ്ങോട്ട് സെറ്റായില്ല. അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിന് ഞാൻ പരിപ്പും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചു. ഒരു 4 വിസിലങ്ങോട്ട് അടുപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് അത് വെന്ത് സെറ്റായി വന്നപ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു. അപ്പോൾ നല്ല മഞ്ഞ കളറ്. എന്നിട്ട് ഞാൻ ഈ വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിലിട്ട് വഴട്ടിയായിരുന്നു. അതും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് കുറച്ച് നേരമായിട്ട് തിളപ്പിച്ചു. എന്നിട്ട് ഞാൻ പുളിവെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം ഒഴിച്ചു. പച്ചമുളക് 2 കീറി ഇടുകയും ചെയ്തു. എന്നിട്ട് അത് കുറച്ച് നേരം ഞാൻ ഇരുന്ന് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒട്ടിച്ചിട്ട് കടുക് പൊട്ടിക്കേണ്ടത്. ഞാൻ ഇടയിലിട്ട് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടത് ഇങ്ങനെ കുറുകി പോലെ കിട്ടാനാണ്. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ടു. എന്നിട്ട് ഞാൻ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാമ്പാർ, നമ്മൾ നേരത്തെ വെച്ച സാമ്പാറും കൂടി ഇങ്ങനെ എടുത്ത് ഒഴിക്കണത്. ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ഒഴിച്ചിട്ട് അത് അതിലേക്ക് ഇട്ടു. ഞാനത് കാണിക്കാൻ മറന്നുപോയി ഇടണത്. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും.